എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നതിൻ്റെ അടയാളമായി നീ നിൻ്റെ കൈ നെഞ്ചത്ത് വെക്കുക. നിലവൻ ഐശ്വര്യ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് ഈ നിമിഷം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഞങ്ങളിപ്പോൾ കൈവരിക്കേണ്ട നിലപാട് എന്താണ്, വിഷയങ്ങളുള്ള സമീപനം എന്താണ്, എല്ലാം അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നിലപാടുകൾ നൽകി. നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറയുന്നു. കർത്താവ്, അനേകം മക്കൾ ഇപ്പോഴ് ഈ ആരാധന കൂടിയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് കടങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ കർത്താവെ ഒരു ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പഠന മേഖലയെ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ മേഖലയെ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഓരോരോ സ്ഥാപനങ്ങൾ കർത്താവെ, ഉൽപാദന സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തളർന്നു പോയവരുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ കർത്താവെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. അവരുടെ ഭവനങ്ങളെ നീ ഏറ്റെടുക്കണം. അവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളും, ഇനി ചെയ്യാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ നിന്നുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിക്കുന്ന ജ്വലിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേക മക്കളുടെ കർത്താവെ കൊടികാറ്റ് അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വീശി അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ ചൊരിയണം പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, അർബുദങ്ങൾ, ആർബുദ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവെ, ഗർഭാശയ രോഗങ്ങൾ കർത്താവെ, സിസ്ത് രോഗങ്ങൾ കർത്താവെ, ഫിക്സ് രോഗം കർത്താവെ, അവസ്മാര രോഗം കർത്താവെ, പ്രഷർ രോഗം കർത്താവെ, ഷുഗർ രോഗങ്ങൾ കർത്താവെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളം കിട്ടിക്കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവെ, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മകളും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ സാക്ഷികളാകട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, പഠനത്തിൽ മനസ്സ് മങ്ങിയിരിക്കുന്ന മക്കള്, ബുദ്ധി മങ്ങിയിരിക്കുന്ന മക്കള്, ഓർമ്മശക്തി കുറവുള്ള മക്കള്, കർത്താവേ, പഠിക്കാൻ ഉത്സാഹം കാണിക്കാത്ത മക്കള്, പഠിച്ചിട്ട് കര പറ്റാത്ത മക്കള്, പരീക്ഷയെ ഭയപ്പെടുന്ന മക്കള്, ഒത്തിരിയേറെ പരീക്ഷകള് എഴുതാനുള്ള മക്കള്, എഴുതാൻ മനസ്സില്ലാത്തവര്, കർത്താവേ, ആശിച്ചു പോയ വിഷയങ്ങള് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ കർത്താവേ ഉപേക്ഷിച്ചു പോയവര്, അവരെ സർട്ടിഫിക്കറ്റ് വിത്തുകളുടെ പോയവര്,
കർത്താവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകള്, വസ്തുവിന്റെ പ്രമാണങ്ങള്, പട്ടയങ്ങള്, അന്യകരങ്ങളിലെ അകപ്പെട്ടു പോയവരെ ഈശോയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടവര്, പണം നഷ്ടപ്പെട്ടവര്, പല സ്ഥാപനങ്ങളിലെ നിക്ഷേപിച്ചിട്ട് ആ സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയ അവസ്ഥകള്, വ്യവസായശാലകള്, വ്യാപാരശാലകള് അടച്ചുപൂട്ടപ്പെട്ടവര്, കർത്താവേ ഇപ്പോഴ് അവർക്കെല്ലാം ഉയർത്തുന്നേൽപ്പ് നൽകണമേ, ഉയർത്തുന്നേൽപ്പ് നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏകസ്ഥരായി ജീവിക്കുന്നവരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വസ്തുക്കളെ അടിച്ചു മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന പിശാചി ചിന്തകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങള്, മക്കള്, വീട്, വിവാഹം, വഴി, ജോലി, പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതിന്റെ പേരിൽ നിരാശയും വേദനയും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്താന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അഭിഷേകം ഒഴുക്കണമേ. ദൈവത്തിന്റെ വചനങ്ങള് മനസ്സ്, തിരുമനസ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചം കൊടുക്കണമേ. ഹൃദയത്തിന് അഭിഷേകം നൽകണമേ. ശ്രുതികട നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഉൾപ്പെടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് പൊത്തി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കുക. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ